ഈശോയിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭയിൽ 2 തിരുനാളുകൾ ഒരുമിച്ച് കൊണ്ടാടുന്ന ദിവസമാണ്. ഒന്നാമത്തെ തിരുനാള് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. രണ്ടാമത്തെ തിരുനാള് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദർശന തിരുനാളാണ്. പരിശുദ്ധ കന്യകാമറിയ എലിസബത്തിനെ കാണാൻ പോയതിനൊക്കെ ഓർക്കുന്ന ആ ഒരു സന്ദർശനത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ കുറച്ച് സമയം പരിശുദ്ധ കന്യകാമറിയവും പരിശുദ്ധ ത്രിത്വവും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി ഒന്ന് ധ്യാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്താണ് പരിശുദ്ധ ത്രിത്വവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം? 3 വ്യക്തിത്വങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ഈ ഭൂമിയിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് പരിശുദ്ധ കന്യകാമറിയമാണ്, അല്ലേ? അപ്പം നമ്മളിങ്ങനെ ജപമാലയിൽ വായിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളും പുത്രനായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയും. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പരിശുദ്ധ കന്യകാമറിയം അഭേദ്യമായി ഒരു സ്നേഹബന്ധത്തിൽ നിലനിൽക്കുകയാണ്, ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ എങ്ങനെയുള്ള കൂട്ടായ്മയാണ്? നമുക്ക് ഒരിക്കലും തകർക്കാൻ പറ്റാത്തൊരു കൂട്ടായ്മയാണ്. ഇന്നത്തെ പ്രഭാതാരാധനയിൽ അച്ഛൻ അതിനെക്കുറിച്ചാണ് പങ്കുവച്ചിട്ടുള്ളത്. ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്തൊരു കൂട്ടായ്മ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവർ തമ്മിൽ ഒരു മറയില്ല എന്നുള്ളതാണ് അവരുടെ കൂട്ടായ്മയെ തകർക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. പിതാവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അത് എന്ത് ചെയ്യും? പിതാവ് പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പറയും. അപ്പോൾ 3 പേരും അതറിയും. പുത്രനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ പുത്രൻ അത് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും പറയും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ ഉടനെ തന്നെ അത് പിതാവിനോടും പുത്രനോടും പറയും. ഇവർ 3 പേരും അറിയാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലിടിയിപ്പിക്കൽ എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇതുപോലൊരു സുതാര്യത പരിശുദ്ധ ത്രിത്വവുമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അറിയാൻ പാടില്ലാത്ത യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ ത്രിത്വത്തെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അന്നും സാധിച്ചിട്ടില്ല, ഇന്നും സാധിച്ചിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ തകരുന്നതിന് കാരണം എന്താണ്? ഒരു കൂട്ടായ്മ തകരുന്നതിന് കാരണം എന്താണ്? ഒരു നല്ല ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് നല്ല കൂട്ടായ്മയായിരിക്കും. ഇപ്പോൾ ഒരു കൂട്ടായ്മ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ഓൾഡർ ബോയ്സിൻ്റെ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഓൾഡർ ബോയ്സിലൊരു കൊച്ചിനെ കുറിച്ച് എന്നോടൊരു കാര്യം വന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവനെ വിളിച്ച് അത് പറഞ്ഞു. അവനെ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായി? എൻ്റെ മനസ്സിലിരുന്നത് ഞാൻ അവനോട് പറഞ്ഞു. അവനും ഞാനും തമ്മിൽ തെറ്റിപ്പോകാതെ. അപ്പോൾ അവൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അച്ഛാ, അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അവനെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയറായി. ഇത് പറയാതിരുന്നാലോ? ഇത് ഞാൻ പറഞ്ഞില്ലെന്ന് വിചാരിക്കും, അതെൻ്റെ മനസ്സിൽ വെച്ചേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് സ്വാഭാവികമായിട്ടും ഈ ആൾത്താര സംഘത്തിലെ കുട്ടിയോട് ഒരു അകൽച്ച വരാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി എപ്പോഴും പുറത്തുനിന്നുള്ള ബാഹ്യ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ദൈവമാണ് നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചത്. അത് തന്നെയാണ് കാരണം. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെയൊക്കെ തകർക്കേണ്ടത് ആരുടെ കടമയാണ്? പിശാചിൻ്റെ കടമയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തകർത്തെറിയാൻ പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ആ തകർച്ചയ്ക്ക് വരുത്തുന്ന കാരണങ്ങൾ പല രീതിയിലൊക്കെ വരുത്താം. സംശയരോഗമായിട്ട് വരുത്താം, അല്ലെങ്കിൽ ഈഗോ ആയിട്ട് വരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂടി വയ്ക്കുന്നതായിട്ട് വരുത്താം. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബജീവിതത്തെ തകർക്കൽ പിശാചിൻ്റെ ഒരു ഹരമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് വേണം മുന്നോട്ട് പോകാൻ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സുതാര്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ, നമ്മളും പരിശുദ്ധ ത്രിത്വവുമായി എന്ന് പറയാൻ, നമ്മളും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുമായി നല്ലൊരു സുതാര്യമായ ബന്ധം കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ തകരും, കുടുംബം തകരും. ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും ഉണ്ടാകാൻ പാടില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ തീർന്നു, അതിലെന്തോ അപാകതയുണ്ടെന്നാണ് അർത്ഥം. ദൈവം യോജിപ്പിച്ചതാണ്. ഒരു ശക്തിയും അതിനെ വേർപ്പെടുത്താൻ പാടില്ലെന്നുള്ള വാശിയോടുകൂടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.